ഹായ് പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തെ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഓക്കെ നമുക്കൊരാളെ പരിചയപ്പെടാം. ഒരു 5 പോത്തുകളുമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പേരെന്ത് ചെയ്യുന്നു? ഉസ്മാൻ. എവിടുന്നാ വരുന്നത്? പരപ്പനങ്ങാടി. എല്ലാ ആഴ്ചയിലും ഉണ്ടാലുണ്ടോ? ഉണ്ടാലുണ്ട് അല്ലേ? ശരി. സേതൽവിക്കയുടെ കന്ന. ശരി ശരി. വണ്ടിയിൽ കൊണ്ടുവന്നു അല്ലേ? ഇന്ന് ഏതെങ്കിലും കച്ചവടം നടന്നോ? ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഓക്കെ, വില പറഞ്ഞോണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ പെരുന്നാൾ കഴിഞ്ഞിട്ട്? മുപ്പര് ഇന്റർവ്യൂലാണ്. ഇപ്പൊ വരാം. ആള് കൂടും. ഇപ്പൊ എങ്ങനെയാ പെരുന്നാളിന്റെ ശേഷം കച്ചവടം എന്താ അവസ്ഥ ആവല്ലേ? കുഴപ്പമില്ല. മുഹറം പ്രശ്നമുണ്ട്. എന്താ ഇപ്പൊ എങ്ങനെയാ കണ്ടീഷൻ വില വരുന്നത്? ഏകദേശം ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള എത്ര തൂക്കണ്ടോ? നിങ്ങളെ കയ്യിലുള്ള എത്ര തൂക്കണ്ടോ ഏകദേശം? അതിലുണ്ടല്ലേ? എത്ര? ആ ലെവലിലുള്ളതാണ് അല്ലേ? അപ്പൊ എങ്ങനെ പോത്തിന് വില വരുന്നത്? 38. അതൊക്കെ 25 മെയിനായിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 75, 60, 50 എത്ര കിലോ ഉണ്ടാവും അത്? കിലോന് 60 കിലോ തൂക്കം സുമാറേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏകദേശം പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ 60 ചോട കിലോഗ്രാം ഉള്ളത് 25 റുപ്പീസ് രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു കിൻഡലുള്ളതിന് 37, 38 ആ ലെവലിലാണ് പറയുന്നത്. നെഗോഷ്യബിൾ ആണ്. സംസാരിക്കുമ്പോൾ വില കുറയും. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചെറുതായിട്ടൊക്കെ കുറച്ച് കുറയും. അതാണ് ഇപ്പൊ പൊതുവെ സീസണിൽ റേറ്റ് ഉള്ള സീസണാണ്. അപ്പൊ അതിനനുസരിച്ച് ഓക്കെ. ഇപ്പൊ 5 പോത്തുകളാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ. കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഉസ്മാന്റെ കന്നുകൾ, സൈദൽവിക്കയുടെ കീഴിലുള്ള ഉസ്മാന്റെ കന്നുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ പൊതുവെ ഇപ്പൊ സീസണിൽ നമുക്ക് റേറ്റ് കൂടുതലും കുറവൊക്കെ ആയിട്ട് മാറി വരുന്നുണ്ട്. പെരുന്നാളിന്റെ ശേഷം ചെറിയൊരു മന്ദഗതി ഉണ്ടെന്ന് പറഞ്ഞു. ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ഇതിപ്പോ ചട്ടിപ്പറമ്പിലാണുള്ളത്. ചട്ടിപ്പറമ്പ് ഏരിയയിൽ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന കച്ചവടക്കാരാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇഷ്ടംപോലെ കണ്ടോ, ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ കന്നുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഒരു 38, 40ന്റെ ഉള്ളിലും പിന്നെ അതുപോലെ 25 ആയിട്ടുള്ള ആ ലെവലിലാണ് കാര്യങ്ങൾ വരുന്നത്. ഈ കച്ചവടങ്ങളുടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഒരു സ്വകാര്യം പറിച്ചിൽ ആദ്യം ഉണ്ടാവും. സ്വകാര്യത്തിലാണ് കാര്യങ്ങൾ. കച്ചവടത്തിൽ ആദ്യം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഒരു 1 കിൻഡൽ പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഇതുള്ളത്. മറ്റേ സ്വകാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അവസാനം കയറ് കൊടുത്ത് ഉറപ്പിക്കുന്ന രീതിയാണ്. കസ്റ്റമേഴ്സ് അവരുടെ വില പറയും. പറ്റുന്നതാണെങ്കിൽ കച്ചവടക്കാർക്ക് കൊടുക്കും. നല്ല കാര്യങ്ങൾ. അപ്പൊ ഉസ്മാൻ, നിങ്ങളുടെ കെയർ ഓഫിൽ കിട്ടണ നമ്പർ ഒന്ന് കിട്ടണം. നിങ്ങളെ വിളിച്ചാൽ കിട്ടണം ആരായാലും. 900 308 4902. ഓക്കെ, ഇതായിരുന്നു നിങ്ങളതാ? വിളിച്ചാൽ കിട്ടും. പിന്നെ വാട്സപ്പ് സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യക്കാർക്ക്? പിന്നെ അപ്പൊ പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പൊ ജില്ല മാറിയൊക്കെ വിളിക്കും. എറണാകുളം, കൊല്ലം, കോട്ടയൊക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മള് ഫോട്ടോ വിട്ട് കൊടുത്തിട്ട് അവർ വന്ന് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ആവുമ്പോ ഒന്നിനൊക്കെ ആകുമ്പോ അവർക്ക് മുതലാവാത്ത അവസ്ഥയാണ്. അവർക്ക് പോകാൻ പറ്റുള്ളൂ. കൊണ്ടുപോകണവർക്കും കൊടുക്കണവർക്കൊക്കെ മുതലാണെങ്കിൽ ഏത് നമ്പറിലേക്ക് വിളിച്ചാൽ വാട്സപ്പ് ചെയ്താൽ ഫോട്ടോ കാര്യങ്ങൾ വില ഒക്കെ വിട്ടുകൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എവിടുന്ന് വിളിക്കുകയാണെങ്കിലും എപ്പോൾ വിളിക്കുകയാണെങ്കിൽ അതിന്റെ റിപ്ലൈ കാര്യങ്ങൾ കിട്ടും. പിന്നെ കയ്യിലുള്ള പോത്തുകൾ മാത്രമേ ഉണ്ടാല്? പശുക്കള് വേറെ എന്തെങ്കിലും? പോത്തുകൾ മാത്രം. പോത്താണ് കാര്യമായിട്ട്. അപ്പൊ പോത്ത് പല ടൈപ്പ് ഉണ്ടാവും. വലിയ കിൻഡല്, വലിയ 4-3 കിൻഡലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇല്ല, ഇന്നിപ്പോ കുട്ടികളും ഉണ്ട് കയ്യില് അല്ലേ? വളർത്തലേക്കും പിന്നെ മുടികളയില് കാര്യങ്ങൾ കാണിച്ചേക്കും കൊടുക്കുന്ന സാധനം.
അപ്പോൾ ആർക്കും ബന്ധപ്പെടാം. കാര്യങ്ങളെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് രൂപത്തിലും നേരിട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അവൈലബിൾ ആക്കും. തൊട്ടടുത്ത കാര്യങ്ങളും ജില്ലയിൽ മലപ്പുറം ജില്ലേൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവും. മറ്റത് നമ്മൾ അതിനനുസരിച്ചുള്ള ക്യാഷ് ഈടാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.